ആശാനെ, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അയ്യോ, ഇതെന്തു പറ്റി? നീ സന്തോഷ വാർത്ത പറയണേ. കുറച്ച് സന്തോഷിക്കാൻ കൊതിയാകുന്നു. കരടി വൈദ്യർ ഒരു വിചിത്രമായ മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2 ടീസ്പൂൺ വീതം 3 ദിവസം കഴിച്ചാൽ ധൈര്യവും ശക്തിയും 100 ഇരട്ടിയാകും. അതെ ആശാനെ, നമ്മുടെ പ്ലുങ്ങന് മരുന്ന് കൊടുത്തു നോക്കിയിട്ടുണ്ടെന്നാണ് വൈദ്യര് പറഞ്ഞത്. മിക്കവാറും എല്ലാവർക്കും അടി കിട്ടാൻ സാധ്യതയുണ്ട്. ഓഹോ, അങ്ങനെയാണോ? അവൻ മിടുക്കനല്ലേ, മരുന്ന് വിജയിച്ചെന്ന് നീ പോയി കരടി വൈദ്യരോട് പറ. അതേടാ, ആ പ്ലുങ്ങൻ പെരുമാറിയതിന്റെ ഫലമാ എന്റെ തലയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓ, എന്തൊരിടിയായിരുന്നു! അയ്യയ്യയ്യയ്യേ, ലജ്ജാവഹം. ഡേയ്, ആ മരുന്നിന്റെ രുചി നമുക്കുമൊന്ന് അറിയണ്ടേ? എങ്കിൽ വേഗമൊന്ന് എഴുന്നേൽക്ക്, നമുക്ക് കരടി വൈദ്യന്റെ അടുത്തേക്ക് പോകാം. വേഗം നടക്ക ആശാനെ. ദാ ഇങ്ങനെ. നിന്നെ പോലെ എനിക്ക് നടക്കാൻ കഴിയുമോടേ? ഇടികിട്ടി എന്റെ തല കറങ്ങുന്നടേ. മരുന്ന് കിട്ടുമോന്നറിയില്ല. ആ വൈദ്യര് ആളൊരു കിളവനല്ലേ, എന്തേലും സൂത്രം പ്രയോഗിക്കാം. കരടി വൈദ്യരേ, ഹൊയ് 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 ഹൊയ്. ആരടാ അത്? ഇങ്ങനെ അലമുറയിടാൻ ഇത് മീൻചന്തയല്ല. ക്ഷമിക്കണം വൈദ്യരെ, എന്റെ ആശാന് ചെറിയൊരു വിവരക്കേടിന്റെ അസുഖമുണ്ട്. അതിനുള്ള ചികിത്സക്കാണോ ഇങ്ങോട്ട് വന്നത്? അയ്യോ, അതല്ല. വൈദ്യര് വിചിത്രമായൊരു മരുന്ന് കണ്ടെത്തിയെന്ന് കേട്ടിട്ടുണ്ട്. വേണമെങ്കിൽ വൈദ്യർക്കത് ഞങ്ങളുടെ ശരീരത്തിൽ പരീക്ഷിക്കാട്ടോ. ഓഹോ, അതാണോ കാര്യം? അതെ, വേഗം താ. എന്താ വൈദ്യരെ ഒരു മ്ലാനത? വേഗം താ. ആദ്യം ചൂടായ്പിന് തരാം. എന്താ? ശരി, ആദ്യം ആശാന്റെ നെഞ്ചത്ത് നിന്നാണല്ലോ. എനിക്ക് പരാതിയൊന്നും ഇല്ല വൈദ്യരെ. എങ്ങനെയുണ്ട്? ഇനി എന്റെ ആശാന്റെ വിളയാട്ടമായിരിക്കും. ചുടായ്പ, നിന്നോടാ ചോദിച്ചത്. എങ്ങനെയുണ്ട്? എന്തോ പോലെ ശരീരം ചലിപ്പിക്കാനാകുന്നില്ലല്ലോ വൈദ്യരെ. പേടിക്കണ്ട, അല്പസമയത്തിനകം നീ ഒരു പ്രതിമ പോലെ ആകും. അയ്യോ, എന്താ വൈദ്യരെ, പ്രതിമയോ? ധൈര്യത്തിനുള്ള മരുന്ന് കുടിച്ചാൽ എങ്ങനെയാ പ്രതിമ പോലെ ആവുന്നേ? ആ മരുന്നൊക്കെ എപ്പോഴേ പരീക്ഷിച്ച് വിജയിച്ചതാണേ. ഇതാണ് എന്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം. പ്രതിമേഷ്ട കഷായം എന്നാണ് ഇതിന്റെ പേര്. പണി പാളിയല്ലോ ആശാനെ. അയ്യോ, എന്റെ ആശാൻ പ്രതിമ പോലെ ആയല്ലോ. നിനക്ക് 1 ടീസ്പൂൺ എടുക്കട്ടെ? അയ്യോ അയ്യോ, വേണ്ടായേ. എന്റെ ആശാനെ ഒന്ന് രക്ഷിക്ക വൈദ്യരെ. ഇവൻ ഇങ്ങനെ നിൽക്കുന്നതല്ലേ കാട്ടുമൃഗങ്ങൾക്ക് നല്ലത്.